നിങ്ങളിൽ എത്ര പേർക്ക് സ്പിരിച്വൽ ഒപ്രഷൻ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി അറിവുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇതിനു മുന്നേ സ്പിരിച്വൽ ഒപ്രഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നും അറിയില്ല. പക്ഷേ ഈ സ്പിരിച്വൽ ഒപ്രഷൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര യാഥാർത്ഥ്യമാണ്. സ്പിരിച്വൽ പൊസഷൻ അല്ല, സ്പിരിച്വൽ ഒപ്രഷൻ. ഈ ഒപ്രഷനും പൊസഷനും തമ്മിൽ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ഭയങ്കരമായിട്ട് സംശയിക്കാനും നമ്മൾ തന്നെ പല കാര്യങ്ങൾ പല പേരുകൾ ചുമത്തി വിധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും സംശയത്തിനകത്തിരിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ ഭയങ്കരമായി ഡെലിവർ ചെയ്യും. സ്പിരിച്വൽ ഒപ്രഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആത്മാവിനെ അടിച്ചമർത്തുന്ന ഒരു അദൃശ്യ ആത്മീയ ബന്ധനമാണ്. നമ്മളെല്ലാത്തിനെയും പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, പിശാച്, സാത്താൻ എന്നൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതും എന്നാൽ വ്യക്തമായി ആ ടേം നമ്മൾ അഡ്രസ്സ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വിടുതലുകളുടെ സാധ്യത ഭയങ്കര വലുതാണ് എന്ന് ഞാൻ ഒത്തിരി മെസ്സേജുകളിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അത് തന്നെ പറയുന്നു. സ്പിരിച്വലി പൊസസ്ഡ് ആയിരിക്കുന്ന ഒരു ഡിമോണിക് പൊസഷൻ ഉള്ള ഒരു വ്യക്തി അല്ല ഒരു സ്പിരിച്വൽ ഒപ്രഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തി. പൊസഷൻ എന്ന് പറയുമ്പോൾ ഒരു പൈശാചിക ശക്തി ഒരു വ്യക്തിയിലേക്ക് പ്രവേശിച്ച് ആ ആത്മാവിൻ്റെ സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തി ആ പൊസസ്ഡ് ആണ്. ആ പിശാചിന് അവകാശമുള്ളത് കൊണ്ട് അതിൽ കയറിയിരുന്ന് ആ വ്യക്തിയെ റൂൾ ചെയ്യും. എന്നാൽ ഒപ്രഷൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. പുറമേ നിന്നുകൊണ്ട് ഒരു വ്യക്തിയുടെ ആത്മാവിനെ നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും ആ വ്യക്തിയുടെ മനസ്സ്, ചിന്തകൾ, വികാരങ്ങൾ എന്നിവയെ അടിമപ്പെടുത്തി അതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ആ വ്യക്തിയെ സമ്മർദ്ദത്തിൽ ആഴ്ത്തി പരാജിതനാക്കാനും ശ്രമിക്കുന്ന ഒരു ആത്മീയ പ്രവർത്തനമാണ്, ദുരാത്മീയ പ്രവർത്തനമാണ് സ്പിരിച്വൽ ഒപ്രഷൻ എന്ന് പറയുന്നത്. പലർക്കും ജീവിതത്തിൽ എന്തോ ഭാരമാണ്, മനസ്സിൽ ഭയങ്കരമായ ഭാരമാണ്. കാരണം എന്താണെന്നറിയത്തില്ല, ഉള്ളിലൊരു സമ്മർദ്ദം, എപ്പോഴും ക്ഷീണം, അലസത. നമ്മൾ ഇതിനെയൊക്കെ പൈശാചിക ശക്തികൾ എന്ന് പറഞ്ഞാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഞാനും ഒരു സമയം വരെയൊക്കെ എല്ലാം പൈശാചിക ശക്തികൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതും പൈശാചിക ശക്തിയാണ്, അല്ലെന്നല്ല. പക്ഷെ അതിന് വ്യത്യാസമുണ്ട്. ഇപ്പം എല്ലാം രോഗമാണ് എന്ന് പറയുന്നത് പോലെ എല്ലാ രോഗത്തിൻ്റെയും പേരൊന്നല്ല. പനിയും ഒരു രോഗമാണ്, ക്യാൻസറും ഒരു രോഗമാണ്. ക്യാൻസറിൻ്റെ രീതി വേറെ, ട്രീറ്റ്മെൻറ്റ് വേറെ. പനിയുടെ രീതികൾ, ലക്ഷണങ്ങൾ വേറെ, ട്രീറ്റ്മെൻറ്റ് വേറെ. ഇതുപോലെ തന്നെയാണ് സ്പിരിച്വൽ ഒപ്രഷൻ്റെ കാര്യവും പൊസഷൻ്റെ കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടത്. അന്നേരം എല്ലാ പ്രശ്നങ്ങൾ തന്നെയാണ്, എല്ലാം സാത്താൻ കൊണ്ടുവരുന്നത് തന്നെയാണ്. എന്നാൽ അവൻ്റെ ടേംസ് നമ്മൾ മനസ്സിലാക്കിയാൽ, അവൻ്റെ ആ ഒരു പ്രവർത്തന രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള റിക്കവറി ചാൻസ് വളരെ അധികമാണ്. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനകത്തുനിന്ന്? ജഡരക്തങ്ങളോടല്ല എന്ന് പറയുമ്പോൾ നീ കാണുന്നത് മനുഷ്യരെ അല്ല, പക്ഷെ നിനക്ക് യുദ്ധമുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ മനുഷ്യനെ അല്ല കാണുന്നത്, പക്ഷെ നിങ്ങളൊരു യുദ്ധത്തിലാണ്, ഒരു മാനസികമായി നിങ്ങളൊരു സംഘർഷത്തിലാണ്. ഒരു വല്ലാത്ത ആത്മീയ ഭാരമാണ്, ഒരു ശാരീരിക ഭാരമാണ്, ഒരു ഇൻഫേമിറ്റി, ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു നിങ്ങൾ എന്തിനോടോ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ആരെയും കാണാൻ പറ്റുന്നില്ല. ഇതാണ് സ്പിരിച്വൽ ഒപ്രഷൻ. നിങ്ങൾ അകത്തനുഭവിക്കുന്ന സംഘർഷം അത് പുറത്ത് നിന്നൊരു വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യണം. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ വികാരങ്ങളെ, നിങ്ങളുടെ എല്ലാ ഹാപ്പിനെസ്സും ആ സമയം സമ്മർദ്ദത്തിനകത്ത് അമർച്ച ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാ കഴിവുകളും, നിങ്ങളുടെ എല്ലാ കൃപയും, നിങ്ങളുടെ പ്രാർത്ഥിക്കാനുള്ള എല്ലാ താല്പര്യവും ഉൾപ്പെടെ അമർച്ചലാക്കപ്പെടുകയാണ് പുറത്തു നിന്നുള്ള ഒരു നിയന്ത്രണം കാരണം. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ആത്മീയ യുദ്ധമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെ ആരോടാണ് പോരാട്ടം ഉണ്ടെന്ന് പറയുന്നു? പിന്നെ ആരോടാണ്? അത് അന്ധകാരത്തിൻ്റെ ദുഷ്ടാത്മസേനയാണ്. അതൊരു ഒപ്രഷനാണ്, ഒരു യുദ്ധമുണ്ട്. പക്ഷെ ആ യുദ്ധം മനുഷ്യനുമായിട്ടല്ല. നമ്മളൊരു യുദ്ധത്തിലാണ്, പക്ഷേ അത് വെപ്പൺ കൊണ്ടല്ല, ആയുധങ്ങൾ കൊണ്ടല്ല. ഞാനൊരു യുദ്ധഭൂമിയിലാണ്,
പക്ഷെ എൻ്റെ എതിരാളി കാണത്തക്ക വണ്ണമല്ല. അപ്പോൾ ഇതൊരു ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സ്പിരിച്വൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആത്മാവിനെ നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ശത്രുവാണത്. നമ്മുടെ ആത്മാവിൻ്റെ ശത്രുവാണ്, നമ്മുടെ അകത്തുള്ള അഭിഷേകത്തിൻ്റെ ശത്രുവാണ്, നമ്മുടെ അകത്ത് കിടക്കുന്ന ദൈവകൃപയുടെ ശത്രുവാണ്. പക്ഷെ നമ്മെയോ നമ്മുടെ ആത്മാവിനെ നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, എഫക്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പകരം എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ, എൻ്റെ താല്പര്യത്തെ, എൻ്റെ ശരീരത്തെ എല്ലാം അവൻ കൺട്രോൾ ചെയ്യുന്നു. പൊസഷനേക്കാളും അതിസൂക്ഷ്മമായ ആക്രമണമാണ് ഓപ്പറേഷൻ. മനസ്സിലായോ? പൊസഷനേക്കാളും അതിസൂക്ഷ്മമായ ആക്രമണമാണ്, ആത്മീയ ആക്രമണമാണ് സ്പിരിച്വൽ ഓപ്പറേഷൻ. അത് നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു റെവലേഷനാണ്. ഓപ്പറേഷൻ ആണോ, പൊസഷൻ ആണോ, ഏത് ടൈപ്പ് സ്പിരിറ്റ് ആണ് എന്ന് നാം തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു ഭയങ്കരമാകുന്ന ഒരു ഭയങ്കര റെവലേഷനാണ്. കർത്താവ് നിങ്ങളെ അതിന് സഹായിക്കട്ടെ. കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം പൗലോസ് എഴുതിയപ്പോൾ 10-ാമത്തെ അധ്യായം അതിന് 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഏതൊരു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് ചിന്തകളെയും ഞാൻ പിടിച്ചടക്കി അത് ക്രിസ്തുവിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ശത്രു നേരിട്ട് ആക്രമിക്കുന്നത് നമ്മുടെ ശരീരത്തെ അല്ല, നമ്മുടെ ആത്മാവിനെ അല്ല, നമ്മുടെ അനുഗ്രഹങ്ങളെ അല്ല, നമ്മുടെ തലമുറകളെ അല്ല. പകരം ശത്രു നേരിട്ട് നമ്മെ ആക്രമിക്കുന്നത് നമ്മുടെ ചിന്തകളെയും നമ്മുടെ പരിസരത്തെയും നമ്മുടെ അന്തരീക്ഷത്തെയുമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ശത്രുവിന് നമ്മുടെ അന്തരീക്ഷത്തെ പോലും നിയന്ത്രിക്കുവാനായി കഴിയും. ഒരു സ്പിരിറ്റിന് നമ്മുടെ അന്തരീക്ഷത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരാം. നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കും. എന്നാൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് പോയിരുന്നിട്ട് അല്പസമയം കിട്ടിയാൽ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഓഫീസിൽ പോയാൽ നിങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കും, ഇച്ചിരി സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റണമെന്ന്. നിങ്ങൾ വീട് വിട്ടിറങ്ങി ഒരു പാർക്കിൽ ചെന്നിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ അതേസമയം നിങ്ങളുടെ വീട്ടിൽ വന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റണമെന്നില്ല. നിങ്ങൾക്ക് മറ്റൊരു വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം, പക്ഷെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയാൽ പ്രാർത്ഥിക്കാൻ പറ്റണമെന്നില്ല. കണ്ടോ ആ ഡിഫറൻസ്? കണ്ടോ? നിങ്ങൾക്ക് പാർക്കിൽ പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷെ ബീച്ചിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ബീച്ചിൽ പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ പ്രാർത്ഥിക്കാനൊക്കത്തില്ല. ഈ ഡിഫറൻസ് കണ്ടു? നമ്മളായിരിക്കുന്ന പരിസരം, നമ്മളായിരിക്കുന്ന അന്തരീക്ഷം, നമ്മുടെ വികാരം, ഇതിനെയെല്ലാം ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. അതൊരു സ്പിരിച്വൽ ഓപ്പറേഷനാണ്. അതിനെ പിടിച്ചടക്കാനാണ് കർത്താവ് നമുക്കൊരു കൃപ തന്നിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിയും. മനസ്സിലാക്കേണ്ട ഒരു സത്യം, സ്പിരിച്വൽ ഓപ്പറേഷൻ ആദ്യം തുടങ്ങുന്നത് അറ്റ്മോസ്ഫിയറിലാണ്, അന്തരീക്ഷത്തിലാണ്. പിന്നെ അത് മനസ്സിലേക്ക് കടക്കും. എപ്പോഴും ഒരു സാഹചര്യത്തെ സാത്താൻ ആക്രമിക്കും. നമ്മൾ നല്ല സന്തോഷമായി, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ സന്തോഷമായിട്ടൊരു കല്യാണത്തിന് പോയി. ആ കല്യാണത്തിൽ നമ്മൾ നമ്മുടെ പഴയ കൂട്ടുകാരും നമ്മുടെ പണ്ടത്തെ കോളേജ് മേറ്റ്സിനെയൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ വളരെ സന്തോഷമായിട്ട് സംസാരിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഹാപ്പി മൂഡിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഇടയ്ക്ക് ഒരുത്തൻ കയറി വന്നിട്ട് നമ്മളോട് പറയും, ഇത് എന്തൊരു ഡ്രസ്സാണോ ഇത് കണ്ടിട്ട് എന്തോ വല്ലാത്തൊരു ഫ്ലൂറസൻ കളർ പോലെയൊക്കെ തോന്നുന്നു, നിനക്കിതൊട്ടും ചേരുന്നില്ല, ഭയങ്കര വല്ലാത്ത രീതിയിലിരിക്കും, നിനക്ക് കണ്ണൊന്നും ഇല്ലേ, കണ്ണ് കാണാതെയാണോ ഈ ഡ്രസ്സൊക്കെ പോയി എടുത്തേ, ഇത്യാദി വാക്കുകൾ പറയുകയാണ് എങ്കിൽ സഡൻലി ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിൽ എന്തോ ആയിരിക്കും. നല്ല മൂഡിൽ നിൽക്കുമായിരുന്നു, നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുമായിരുന്നു. ആ വാക്ക് കേട്ടതോടെ വല്ലാത്തൊരു ഭാരം. ആക്ച്വലി അവിടെ എന്താ സംഭവിച്ചേ? ആ അന്തരീക്ഷത്തെ ആ ഹാപ്പിനെസ് എന്ന് പറയുന്ന അന്തരീക്ഷത്തെ ആദ്യം അങ്ങ് തകർത്തു. രണ്ടാമത് നിങ്ങളുടെ മനസ്സിലേക്ക് ആ വേദനയിലൂടെ ശത്രു കടന്നു. മൂന്നാമത്തെ കാര്യം, പിന്നെ ആ ഹാപ്പിനെസ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ആ ടീം അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു, ഓരോരുത്തരും ഓരോ വഴിക്ക് അങ്ങ് മാറി. നിങ്ങളുടെ ആ ഹാപ്പിനെസ് അവിടെ തകർന്നു. ഇതൊരു സ്പിരിച്വൽ ഓപ്പറേഷനാണ്. നമ്മളിതിൻ്റെ പൈശാചിക ശക്തി എന്ന് പറയുന്നതിൽ തെറ്റില്ല, പക്ഷേ ഇതൊരു സമ്മർദ്ദമാണ്. കാര്യം എന്താ? നിങ്ങൾ അനുഭവിച്ച ഹാപ്പിനെസ്, നിങ്ങൾക്കുണ്ടായി നല്ല മൊമെന്റ് അവിടെ നഷ്ടമാക്കുകയാണ്. നിങ്ങൾ പിന്നെ ആ ഒരു
സമയം ഓർക്കാൻ പോലും നിങ്ങൾ ആഗ്രഹിക്കത്തില്ല. ആഗ്രഹിക്കുമോ? ഇല്ല. പിന്നെ നിങ്ങൾ ആ വ്യക്തിയെ കാണാൻ പോലും ആഗ്രഹിക്കത്തില്ല. പ്രത്യക്ഷത്തിൽ 2 കാര്യം നടന്നു. 1, നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു കയ്പ് ക്രിയേറ്റ് ചെയ്തു. 2, നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് നഷ്ടമാണ്. ഇതൊരു സ്പിരിച്വൽ ഒപ്രഷനാണ്. നമ്മുടെ മനസ്സ് ഭാരമുള്ളതായി തോന്നും. ആ അന്തരീക്ഷത്തെ ശത്രു ആക്രമിച്ചു. അതേസമയം നിങ്ങളുടെ മനസ്സിനെ ആക്രമിച്ചു. 2ാമത്തെ കാര്യം, ശത്രു ആക്രമിക്കുന്നത് നമ്മുടെ ശബ്ദത്തെയാണ്. നമ്മുടെ ശബ്ദം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു. കാരണം നമ്മുടെ ശബ്ദം പുറത്തു വരരുത്. നമുക്കൊരു അലസത വരുന്നു. നമുക്കൊരു താല്പര്യക്കുറവ് വരും. നമ്മളെ അനാവശ്യമായ തിരക്കുകൾക്കകത്ത് കൊണ്ടുപോകുന്നു. ഇതെല്ലാം നമ്മുടെ ശബ്ദം നിശബ്ദമാക്കുക എന്നുള്ള ഒരു സാത്താനിക തന്ത്രവും ഇതൊരു സ്പിരിച്വൽ ഓപ്പറേഷനുമാണ്. കാരണം അലസന്റെ വായ് എപ്പോഴും അടഞ്ഞിരിക്കും, എന്നാൽ ഉത്സാഹിയുടെ വായ് എപ്പോഴും നല്ല കാര്യങ്ങൾ പ്രസ്താവിച്ചുകൊണ്ട്. ഇതിന്റെ ശബ്ദം ഉയരുന്നിടത്ത് അന്തരീക്ഷമാണ്. പ്രാർത്ഥനയുള്ളവന്റെ ശബ്ദം ഉയരുന്നിടത്ത് അന്തരീക്ഷം മാറും. കൃപയുള്ളവന്റെ ശബ്ദം ഉയരുന്നിടത്ത് അന്തരീക്ഷം ചേഞ്ച് ആവും. ഇതുകൊണ്ടാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പം മടുപ്പിക്കുന്നതും, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അനാവശ്യമായി കോൾസ് വരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം ഒരു കാര്യം നമ്മളിങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ല, നമ്മൾ മെല്ലെ ഫോൺ എടുക്കും. നമ്മളിങ്ങനെ, നമുക്ക് തുറക്കേണ്ട കാര്യമില്ല, നമുക്ക് വാട്സാപ്പ് നോക്കേണ്ട കാര്യമില്ല, നമുക്കവിടെ മെയിൽ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കവിടെ ഗാലറി തുറക്കേണ്ട കാര്യമില്ല. നമ്മൾ അറിയാതെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ, നമ്മളെ ആരും വിളിച്ചില്ലെങ്കിൽ നമ്മൾ മെല്ലെ എന്തോ നമ്മൾ ഓട്ടോമാറ്റിക്കലി എടുക്കുവല്ല മോനെ, നിന്നെ കൊണ്ട് എടുപ്പിക്കുക. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് എടുപ്പിക്കുക. ഒരു കാര്യമില്ല, നമ്മൾ കണ്ണ് തുറക്കേണ്ട ഒരു കാര്യമില്ല. തുറന്ന് നമ്മൾ മെല്ലെ ഫോണിലേക്ക് നോക്കുക. ശരിയല്ലേ? ഇതൊരു സ്പിരിച്വൽ ഓപ്പറേഷനാണ്. ഇതൊരു ട്രിക്കാണ് സാത്താൻ. കാരണം ആ ഒരു പ്രെയർ ഗ്രിപ്പ് അവിടെ നഷ്ടപ്പെടുകയാണ്. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ മുറിഞ്ഞേ പ്രാർത്ഥിക്കും. കാര്യമല്ല, പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന സാധനത്തിനെ അങ്ങ് വിട്ടേച്ച് നിങ്ങൾ വേറെ സബ്ജക്റ്റിലേക്ക് കയറി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഇതൊരു ഗ്രിപ്പാണ്. ഈ ഒരു ഗ്രിപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ശബ്ദത്തെ ആക്രമിക്കാൻ സാത്താൻ ശ്രമിക്കുന്നത്. 3ാമത്തെ ഒരു റെവലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്ന സാത്താനീയ ഓപ്പറേഷൻ, സ്പിരിച്വൽ ഓപ്പറേഷൻ. ലൂക്കോസിന്റെ സുവിശേഷം 13ാമത്തെ അധ്യായം അതിൻ്റെ 11ാമത്തെ വാക്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീ. വാസ്തവത്തിൽ അവർക്ക് രോഗിയായിരുന്നു? അല്ല. അവർ രോഗിയായിരുന്നോ? അല്ല. യേശു അവരുടെ രോഗം ചികിത്സിച്ചു? ഇല്ല. ബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്നാണ്. സ്പിരിച്വൽ ഓപ്പറേഷൻ നമ്മുടെ ബോഡിയിൽ ഒരു അദൃശ്യ ബന്ധനമായി കിടക്കും. അദൃശ്യമായി കിടക്കുന്ന ബന്ധനം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്പിരിച്വൽ ഓപ്പറേഷനാണ്. 18 സംവത്സരം കൂനിയായിരുന്ന, 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീയെ യേശു ഡെലിവർ ചെയ്തത് സ്പിരിറ്റ് ഓഫ് ഇൻഫേമിറ്റിയിൽ നിന്നാണ്. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ഇൻഫേമിറ്റി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്പിരിച്വൽ ഓപ്പറേഷനാണ്. ഒരു സ്പിരിച്വൽ ഓപ്പറേഷൻ ടൈമിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫേമിറ്റീസ്, എപ്പോഴും ക്ഷീണം, എപ്പോഴും രോഗം, എപ്പോഴും അസ്വസ്ഥത, അലസത, മടുപ്പ്, പ്രാർത്ഥിക്കാൻ വായി തുറക്കാൻ പറ്റാത്ത അവസ്ഥ, എപ്പോഴും ത്രോട്ട് ഇഷ്യൂസ്, ഇതൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പിരിച്വൽ ഓപ്പറേഷനാണ്. അതിനകത്ത് നിന്ന് നിങ്ങളെ രക്ഷ ചെയ്തെടുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ലാസ്റ്റ് ഒരു പോയിന്റൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. സമയങ്ങളെ മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്പിരിച്വൽ ഓപ്പറേഷനാണ്. സമയങ്ങളെ മോഷ്ടിക്കുന്ന ശത്രു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5ാമത്തെ അധ്യായം 16ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്ന അതാണ്. ആ സമയത്തെ വീണ്ടെടുക്കാനുള്ള ഒരഭിഷേകം. സമയത്തെ വീണ്ടെടുക്കാൻ. നിങ്ങളുടെ സമയത്തെ ശത്രു മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നീളുന്നു, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നീളുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട ബ്ലെസ്സിങ്സ് അത് വൈകുന്നു. സമയങ്ങളെ മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഈ സ്പിരിച്വൽ ഓപ്പറേഷനിൽ നടക്കുന്ന ഒരു സാത്താൻ്റെ ഒരു ടാർജറ്റാണ്. നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ള കാര്യങ്ങൾ നീണ്ടുപോകുന്നു. അത് വിവാഹമായാലും, ഒരു പ്രൊമോഷൻ ആയാലും, ഒരു ഡെലിവറൻസ് ആയാലും, ഒരു ബ്രേക്ക് ത്രൂ ആയാലും, ഒരു ന്യൂ ഓപ്പണിംഗ് ആയാലും, എല്ലാം ഭയങ്കരമായി നീളുന്നു. ഒന്നും അങ്ങോട്ട് സെറ്റ് ആവാത്ത പോലത്തെ അവസ്ഥ. ഇത് ഒരു സ്പിരിച്വൽ ഓപ്പറേഷൻ്റെ
പാറ്റേൺ ആണ് ഒരു സ്പിരിച്വൽ ഒപ്രഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ദൈവം എല്ലാം തക്ക സമയത്ത് ചെയ്യുന്ന ദൈവമാണ്. ഇപ്പം നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നത് പോലും നിങ്ങൾ തക്ക സമയത്താണ് കേട്ടോണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പം എന്തുവാ പറയുന്നത്, തലവേദനയുള്ളൊരു വ്യക്തി വയറുവേദനയ്ക്ക് ചികിത്സിക്കുന്ന പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ തലയും വയറുമായിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷെ തലവേദനയുള്ളൊരു വ്യക്തി വയറുവേദനയ്ക്ക് ചികിത്സിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഈ സ്പിരിച്വൽ ഒപ്രഷൻ അതിൻ്റെ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കണം. അതിന് ദൈവം നിങ്ങൾക്ക് കൃപ തരും. ഓരോ അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഈ അഭിചാരമാണ്, മന്ത്രവാദമാണ്, കൂടോത്രമാണെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. പരിജ്ഞാനമില്ലാത്തതിനാലല്ലോ എൻ്റെ ജനം നശിച്ചു പോകുന്നതെന്ന് ഹോശേയയുടെ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവും പറഞ്ഞിട്ടുണ്ട്. അന്നേരം നമുക്ക് ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതിന് നിങ്ങളൊരു പ്രത്യേക കൃപ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം, പ്രാപിക്കണം നിങ്ങൾ. അപ്പോൾ നമ്മുടെ സമയങ്ങളെ മോഷ്ടിക്കുന്ന തരത്തിലുള്ള സാത്താനീയ പ്രവർത്തികളെ നമ്മൾ തകർക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ എഴുന്നേൽപ്പിക്കും. നമുക്കതിൻ്റെ മേലൊരു അതോറിറ്റി തരും. അപ്പോൾ സ്പിരിച്വൽ ഒപ്രഷൻ ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർത്തുകളയും. ഞാൻ നിങ്ങളോട് വളരെ സൂക്ഷ്മമാകുന്ന ഒരു ആത്മീയ ആക്രമണമാണ് സ്പിരിച്വൽ ഒപ്രഷൻ. അപ്പോൾ അതിനകത്ത് നിന്ന് അദൃശ്യമാകുന്ന ആത്മീയ ബന്ധനങ്ങൾ, സമ്മർദ്ദങ്ങൾ, അദൃശ്യമാകുന്ന ആത്മീയ സമ്മർദ്ദമാകും. ചില സമ്മർദ്ദങ്ങൾ നമ്മൾ വഴങ്ങിപ്പോകും, ചില സമ്മർദ്ദങ്ങൾക്ക് നമ്മൾ വശംവദരായി പോകും. അതിനെതിരെ നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ, അതിനെതിരെ നിങ്ങൾ ആത്മാവിൽ ആയുധം എടുത്തില്ലെങ്കിൽ വലിയ തകർച്ചകൾ, വലിയ കീഴടങ്ങലുകൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ കർത്താവിൻ്റെ ആത്മാവിൽ നിന്ന് നിങ്ങളെ ഈ സന്ദേശം കേൾപ്പിച്ചത് അതിനകത്തുനിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു പ്രത്യേക അതോറിറ്റി ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഈ ഒരു സ്പിരിച്വൽ ഒപ്രഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ടങ്സ് പ്രെയർ ഉടനെ തന്നെ ഈ നാളുകളിൽ തന്നെ ക്രമീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ആ ഗ്രൂപ്പ് ലിങ്ക് കിടപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആയിക്കഴിഞ്ഞാൽ, അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് കിടപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ടങ്സ് പ്രെയറിൻ്റെ അനൗൺസ്മെൻറ്റ് ആ ഗ്രൂപ്പിൽ കിട്ടും. ആ സ്പിരിച്വൽ ഒപ്രഷൻ നിങ്ങൾക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ പ്രെയറിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഓൺലൈൻ മീറ്റിംഗ് തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായും വീട്ടിലിരുന്നു കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് അതിലൂടെ ഞങ്ങൾ ഒരുക്കുന്നത്. തീർച്ചയായിട്ടും ആ സാഹചര്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാട്ടെ. മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്താട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. വാട്സാപ്പിൽ നിങ്ങൾക്ക് 24/7 കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ത്രൂ മെസ്സേജസ് നിങ്ങൾക്ക് അയച്ച് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് റിപ്ലൈസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അത്ഭുതകരമാകുന്നൊരു മാറ്റത്തിന് സമയമായി. നിങ്ങളോടുള്ള പ്രവചനമാണ്. അത്ഭുതകരമാകുന്നൊരു മാറ്റത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ സമയമായി. പ്രൈസ് ദി ലോർഡ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഉടനെ ഷെയർ ചെയ്താൽ അടുത്തൊരു ദിവസം പുതിയൊരു സന്ദേശവുമായി ഒരുമിച്ച് കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് ഐ ബ്ലസ് യു. സ്റ്റേ ബ്ലെസ്ഡ്. We offer online counseling, biblical guidance, and Christ-centered healing. Your well-being is our priority.